എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വീടിൻ്റെയും നമ്മളുടെ എൻവയോൺമെൻറ്റിൻ്റെയും നമ്മുടെ സൊസൈറ്റിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ. അത് എസ്പെഷ്യലി നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു ടോഡ്ലർഹുഡ് മുതൽ നമ്മൾ അങ്ങോട്ട് നമ്മളുടെ ജേർണി തുടങ്ങുകയാണ്. ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ ട്രിഗർ ചെയ്യുന്നു, നമ്മൾക്ക് എവിടെ വൂൺസ് ഉണ്ട്, നമുക്ക് എവിടെയാണ് കെയറിങ് വേണ്ടത്, നമ്മൾക്ക് എവിടെയാണ് നമ്മൾക്ക് നീഡ് എവിടെയാണ്, നമുക്ക് എങ്ങനെയാണ് സ്നേഹം വേണ്ടത്, ഇതൊക്കെ വ്യത്യാസമാണ്. ഓരോരോ പേഴ്സണിൻ്റെയും വ്യത്യാസമാണ്. അതായത് നമ്മൾ ജനറലി ഒരു റൂൾ വെക്കാണ്, ഇത് ടോക്സിക് ആണ് അത് ടോക്സിക് ആണ് എന്ന റൂൾ വെച്ചാൽ അത് ശരിയാവില്ല. അതെ, കാരണം ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ, ഇപ്പം ഞാനിപ്പോൾ ആളുടെ അടുത്ത് പറയാതെ ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഞാൻ തിരിച്ചു വന്ന ഉടനെ ചിലർക്ക് വേണ്ടി വരിക ഞാൻ എവിടെയാ പോയതെന്ന് ആധികാരികമായി ചോദിക്കുകയും അതിൽ ആക്ഷൻ എടുക്കാൻ വേണ്ട ഒരു പാർട്ട്ണർ ആയിരിക്കും. പക്ഷെ ചില ആൾക്ക് വേണ്ടി വരിക എൻ്റെ ആ പേഴ്സണൽ സ്പേസ് അവിടെ ലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ചിലപ്പോൾ ചോദിക്കാം, എന്നാലും അത് മാനിച്ച് നമ്മളുടെ പേഴ്സണൽ കാര്യമാണെന്ന് വിചാരിച്ച് മാനിച്ച് വിടുന്ന ഒരാളെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് ഇതാണ് ടോക്സിസിറ്റി അല്ല അതാണ് ടോക്സിസിറ്റി എന്ന് ഒരു പരിധി വരെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബ്സല്യൂട്ട്ലി ടോക്സിക് ആണെന്ന് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫിസിക്കൽ വയലേഷൻസ്, അബ്യൂസ്, പിന്നെ കൺസെൻറ്റ് ഇല്ലാതെ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, ഇതൊക്കെ ഓഫ് കോഴ്സ് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങളിൽ